ചില അടയാളങ്ങൾ നമുക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കിട്ടുന്നതിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ആ അടയാളങ്ങൾ ഏതെല്ലാമാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിലൊന്നാമത്തേതാണ് അസ്വസ്ഥത എന്നുള്ളത്. നമ്മുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ആത്മീയമായി സ്പിരിച്വൽ പരമായി നമുക്ക് വരുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയാവാം അത്. ഈ സമൂഹത്തിന് വേണ്ടിയോ സ്വന്തം ജീവിതത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈശ്വര ശക്തിക്ക് വേണ്ടിയിട്ടുള്ള സേവനമായിട്ടോ എന്തോ നമുക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ വരും. അതായത് എപ്പോഴും അസ്വസ്ഥത അനുഭവപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ലക്ഷണമായിട്ട് പറയുന്നത് ചില ആളുകൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ളതാണ്. ഒരുപക്ഷെ അത് ബന്ധുക്കളാവാം, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് വലയത്തിനുള്ളിൽ പെടുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ അവർ അകന്നു പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് ചില സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, നമ്മളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി ആരെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കും. ഒരുപക്ഷെ നമ്മുടെ ഓഫീസിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നും വേറെ എങ്ങോട്ടെങ്കിലും സഞ്ചരിക്കുന്ന തൊട്ട് മുമ്പാകാം നമ്മുടെ മനസ്സിൽ ചിന്തിച്ച കാര്യം വേറൊരു വ്യക്തി നമ്മളോട് സംസാരിക്കും. അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ ചിന്തിച്ച കാര്യം പിറ്റേ ദിവസം സംഭവിച്ചിരിക്കും. ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവാനുഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമെന്നുള്ളതാണ്. ഏത് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഒരുപക്ഷെ നമ്മുടെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കും. എത്ര പ്രാർത്ഥിച്ചിട്ടും, എത്ര മാത്രം ഉപവാസം എടുത്തു, ധ്യാനിച്ചു, ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല. അപ്പോൾ ദൈവം പരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് പിന്മാറും. അതായത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈശ്വര ശക്തിയിൽ നിന്നും പിന്മാറാൻ തുടങ്ങും. മനസ്സ് മടുത്തു പോകും. ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവം നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാതെ ഈ വിശ്വാസത്തെ തന്നെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. അതുപോലെ ദൈവത്തോട് വളരെയധികം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും പിന്മാറരുത് എന്നുള്ളതാണ്. ദൈവാനുഗ്രഹം ലഭിക്കാൻ പോകുന്നതിൻ്റെ ഒരു അടയാളമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. അടുത്തത് അതിശക്തമായ എതിർപ്പുകൾ നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ആളുകൾ നിങ്ങളെ എതിർക്കാൻ തുടങ്ങും. അതൊരു പക്ഷേ നല്ല കാര്യം തന്നെയായിരിക്കാം. എതിർപ്പുകൾ ശക്തമാകും എന്നുള്ളതാണ്. പക്ഷെ തളർന്നു പോകാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈശ്വര ശക്തിയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അതും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളം തന്നെയാണ്. അതുപോലെ ചില വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ അതിശക്തമായിട്ട് അടയുന്നത് കാണാം. ഒരുപക്ഷെ നല്ല ജോലിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല സംരംഭമായിരിക്കാം. അതിൻ്റെ എല്ലാ വാതിലുകൾ എത്ര ശ്രമിച്ചിട്ടും അടഞ്ഞു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങളവിടെ ചിന്തിക്കുക, അത് നിങ്ങൾക്ക് ദൈവം ഇച്ഛിച്ചിട്ടുള്ളതല്ല, തരാൻ ആഗ്രഹിക്കുന്നതല്ല. വലിയ വാതിലുകളാണ് നിങ്ങളുടെ മുൻപിൽ ഈശ്വരൻ തുറന്നു തരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതും വലിയൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുമെന്നുള്ളതാണ്. പുതിയ കൂട്ടുകാർ, പുതിയ ബന്ധങ്ങൾ, പുതിയ ഓഫീസ്, പുതിയ ജോലി, പുതിയ ബിസിനസ്, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ അനുഗ്രഹത്തിൻ്റെ തുടക്കമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ്. ശുഭദിനം ആശംസിക്കുന്നു.